നമ്മുടെ സംസ്ഥാനത്തെ ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ 24-നൊപ്പം ശബരിമലയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മുന്നിൽ കടുത്ത വെല്ലുവിളിയാണ്. കാരണം ഈ തീർത്ഥാടന കാലം സുഗമമായി കൊണ്ടുപോകണം. സുപ്രഭാതം, ഗുഡ് മോർണിംഗ്. സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ അങ്ങ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ 2-3 ദിവസങ്ങളായി അങ്ങ് ശബരിമലയിൽ ഇന്നലെ എത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ ശരിക്കും ഈ തീർത്ഥാടന കാലം വളരെ സുഗമമായി മുന്നോട്ട് പോകാനുള്ള എന്തൊക്കെ നടപടികളാണ് ചെയ്തിരിക്കുന്നത് ശ്രീ വി.എൻ. വാസവൻ? ഈ വർഷത്തെ തീർത്ഥാടന കാലം വളരെ ഭംഗിയായി, ഫലപ്രദമായി, വിജയകരമായി പൂർത്തീകരിക്കാൻ കാലേകൂട്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ നടത്തിയിരുന്നു. ഏതാണ്ട് 4 മാസക്കാലം മുമ്പ് ജൂലൈയിൽ തന്നെ ഞങ്ങൾ തുടങ്ങി. അതിൻ്റെ ഫലമായി ഇന്നലെ സന്നിധാനത്തിലെത്തുമ്പോൾ ഏറ്റവും ഭംഗിയായി, വിജയകരമായി തീർത്ഥാടന കാലഘട്ടം കഴിയത്തക്ക രൂപത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതെല്ലാം അതുപോലെ തന്നെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഒന്ന്, സഞ്ചാരയോഗ്യമായ പാത ശബരിമലയിലേക്കുള്ളതെല്ലാം പൊതുമരാമത്ത് കൃത്യമായി ചെയ്തു തന്നു. 2, കാനനപാതയിൽ കൂടി വരുന്ന കേന്ദ്രങ്ങൾ 132ഓളം കേന്ദ്രങ്ങൾ, വിശ്രമ കേന്ദ്രങ്ങളും ദാഹജലവും ഭക്ഷണം എല്ലാം ഒരുക്കി അത് വളരെ ഭംഗിയായി ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് സഹായത്തോടെ പൂർത്തീകരിച്ചിരുന്നു. മറ്റൊന്ന്, KSRTC ആണ് യഥാർത്ഥത്തിൽ ലോങ് സർവീസ് നടത്തി പമ്പ വരെ തീർത്ഥാടകരെ എത്തുന്നത്. നിലയ്ക്കൽ മുതൽ പമ്പ വരെയുള്ള ഈ പ്രദേശം KSRTCക്ക് മാത്രമാണ് വാഹനങ്ങൾ കൊണ്ടുവരാൻ കഴിയുക. അത് ലോങ് സർവീസ് എല്ലാം പമ്പ വരെ വരാനുള്ള സൗകര്യം ഉറപ്പാക്കി. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പാകെ ഞങ്ങൾ ചെറുവാഹനങ്ങൾ പമ്പയിൽ വരെ പോകാനുള്ള സൗകര്യം അനുവദിച്ചു തരണമെന്ന് പറഞ്ഞു. അത് കോടതി അനുവദിച്ചു തന്നു. ഇപ്പോൾ അതുകൊണ്ട് ഒട്ടേറെ ചെറുവാഹനങ്ങൾക്ക് പമ്പയിൽ വരെ വരാനുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കിയിരിക്കുന്നു. പിന്നീട് പാർക്കിംഗ് സൗകര്യമാണ് മുമ്പ് നമ്മളെ വിഷമിപ്പിച്ചിരുന്നൊരു കാര്യം. അതിൽ ഈ പ്രാവശ്യം നിലവിൽ നിലയ്ക്കലുണ്ടായിരുന്ന 8000 പാർക്കിങ്ങിൻ്റെ കൂടെ 2500 പാർക്കിംഗ് സൗകര്യം കൂടെ കൂടിയോ 10,000-ൽ പരം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം നിലയ്ക്കലുണ്ടാക്കി. 2, എരുമേലിയിൽ ഏതാണ്ട് 6 ഏക്കർ സ്ഥലം ഭവന നിർമ്മാണ ബോർഡ് സജ്ജമാക്കി തന്നതിൻ്റെ ഫലമായി അവിടെയും പാർക്കിങ്ങിനുള്ള സൗകര്യം വിപുലമായി ഉണ്ടായി എന്നുള്ളതാണ് ഈ പ്രാവശ്യം നമുക്ക് അനുകൂലമായി കിട്ടിയ ഘടകം. മറ്റൊന്ന്, എത്തിച്ചേരുന്ന തീർത്ഥാടകർക്ക് നിലയ്ക്കൽ വിരിവയ്ക്കുന്നതിന് വേണ്ടി 17,000-ഓളം സ്ക്വയർ ഫീറ്റ് ഞങ്ങൾ ജർമ്മൻ പന്തലൊരുക്കി 2500 പേർക്ക് വിരിവയ്ക്കാനുള്ള സൗകര്യം നിലയ്ക്കലുണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പമ്പയിൽ ഒരു വലിയ ജർമ്മൻ പന്തലുണ്ടാക്കി. പണ്ട് രാമമൂർത്തി ഹാളുണ്ടായിരുന്നു, ഒലിച്ചുപോയി, നിങ്ങൾക്കറിയാം. ആ സ്ഥാനത്താണ് ജർമ്മൻ പന്തൽ 20,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാക്കി 3000-ൽ പരം ആളുകൾക്ക് വിരിവയ്ക്കാനുള്ള സൗകര്യം ഉറപ്പാക്കിയിട്ടുണ്ട്. സന്നിധാനത്തിൽ ഒഴിഞ്ഞു കിടന്നിരുന്ന ചില പ്രദേശങ്ങൾ നന്നാക്കിയെടുത്ത് ആ പ്രദേശത്ത് വലിയ രൂപത്തിൽ വിരിവയ്ക്കാനുള്ള സൗകര്യം ഉറപ്പാക്കി. ഇതിനു പുറമെ പമ്പയിൽ ഒരു 5500 ആളുകൾക്ക് നനയാതെയും വെയിൽ കൊള്ളാതെ നിൽക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള റൂഫിംഗ് ഉണ്ടാക്കി വളരെ സൗകര്യപ്രദമായ സാഹചര്യം സംജാതമാക്കിയിട്ടുണ്ട്. ഇത് സന്നിധാനത്തിലും മുമ്പ് മഴയും വെയിലുമൊക്കെ നനഞ്ഞു നിന്നിരുന്ന സ്ഥാനത്ത് അങ്ങനെ നിൽക്കാതിരിക്കാം അവർക്ക് സൗകര്യം ഒരുക്കുന്ന രൂപത്തിലേക്കുള്ള റൂഫിംഗ് ഉറപ്പാക്കിയിട്ടുണ്ട് സന്നിധാനത്തിൽ. ഒപ്പം ക്യൂ നിൽക്കുന്ന ആളുകൾക്ക് കാലതാമസം ദർശനത്തിനുണ്ടായാൽ അവർക്ക് പെട്ടെന്ന് ചുക്ക് കാപ്പിയും ബിസ്ക്കറ്റും അടക്കമുള്ള ഒരു റിഫ്രഷ്മെൻറ്റ് കൊടുക്കാനുള്ള സംവിധാനം, കിയോസ്കുകളൊക്കെ സംവിധാനം ക്രമീകരിച്ചുകൊണ്ട് സന്നിധാനത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നീട് ഇവിടെ എത്തിച്ചേരുന്ന ഭക്തരെ സംബന്ധിച്ചോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അരവണ കൃത്യമായി കിട്ടുക എന്നുള്ളതാണ്. ഇന്നലെ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ 40 ലക്ഷത്തിൽ പരം ടിന്ന് ബഫർ സ്റ്റോക്കായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അരവണ കിട്ടുന്ന രൂപത്തിലുള്ള സാഹചര്യം സംജാതമാക്കി. പിന്നീട് ഇവിടെ എത്തിച്ചേരുന്ന ഭക്തന്മാർക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളോ വിഷമങ്ങളോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടായാൽ അവരെ ഏറ്റവും നല്ല ആതുരാലയങ്ങളിൽ എത്തിക്കാൻ സഹായിക്കുന്ന രൂപത്തിൽ സന്നിധാനത്ത്, പമ്പയിൽ, നിലയ്ക്കൽ, പത്തനംതിട്ട ജനറൽ ആശുപത്രി, കാഞ്ഞിരപ്പള്ളി ആശുപത്രി, കോട്ടയം മെഡിക്കൽ കോളേജ്, കോന്നി മെഡിക്കൽ കോളേജ്, ഇങ്ങനെയുള്ള എല്ലാ ആതുരാലയങ്ങളും വളരെ ഭംഗിയായി ക്രമീകരിച്ചിട്ടുള്ളതോടൊപ്പം മിനിസ്റ്റർ, ഇന്നിപ്പോൾ നമ്മൾ ചില ഭക്തജനങ്ങളോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ വളരെ സംതൃപ്തരാണ്. മാത്രമല്ല വിർച്വൽ ക്യൂ വഴി ഏതാണ്ട് 70,000-ലധികം ആൾക്കാരാണല്ലോ ഇന്ന് ശബരിമലയിൽ എത്തുക. പ്രത്യേകിച്ച് ഇന്ന് വൃശ്ചിക മാസം 1-ാം തീയതി കൂടിയാണ്. അപ്പോൾ ഈ ഭക്തർക്കെല്ലാം ദർശനം ഉറപ്പാക്കാൻ എന്ത് നടപടിയായിരിക്കും ഈ ദേവസ്വം ബോർഡ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ ചെയ്തിരിക്കുന്നത് 70,000 പേർക്ക് വെർച്വൽ ക്യൂ വഴി ദർശനത്തിനുള്ള സൗകര്യം ഉറപ്പാക്കിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഭക്തൻ വെർച്വൽ ക്യൂവിൽ പെടാതെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് താൽക്കാലിക രജിസ്ട്രേഷൻ നടത്തി ദർശനത്തിനുള്ള സൗകര്യം ഉറപ്പാക്കി. ഇന്നലെ 2368 പേരോളം ഇന്നലെ അത്തരത്തിൽ പ്രവേശനം അല്ലെങ്കിൽ ദർശനം ഉറപ്പാക്കിയവരാണ്. അപ്പോൾ ഒരു ഭക്തൻ പോലും മാലയിട്ട് ഇവിടെ വന്നാൽ അല്ലെങ്കിൽ നോയമ്പെടുത്ത് ഇവിടെ വന്നാൽ
ദർശനമില്ലാതെ തിരികെ പോകില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പം മുഴുവൻ പേർക്കും ദർശനം ഉറപ്പാക്കിയെന്ന് മാത്രമല്ല, ഇവിടെ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തർക്കും ആദ്യമായി ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കി ദേവസ്വം ബോർഡ് അതിൻ്റെ പ്രീമിയം അടച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു സുരക്ഷിത സംവിധാനങ്ങളാണ്. പിന്നെ എല്ലാ സ്ഥലത്തും കാലതാമസം വന്നാൽ അവർക്കെല്ലാം ഭക്ഷണം, അതോടൊപ്പം തന്നെ അവർക്ക് വെള്ളം, മറ്റിരിപ്പിടങ്ങൾ ഇതെല്ലാം സജ്ജമാക്കി. ആതുരാലയങ്ങളെല്ലാം വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നു. അപ്പോൾ കാനനപ്പാറയിൽ കൂടി കടന്നു വരുന്നവർക്കാണെങ്കിൽ മുമ്പ് പാമ്പ് കടിയേറ്റ സൗകര്യങ്ങൾ, സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതിനെ നേരിടാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി ഈ പാമ്പ് പിടുത്തക്കാരെ പ്രത്യേക വനം വകുപ്പ് നിയോഗിച്ചിട്ടുണ്ട്. അതിനും പുറമെ ആൻറ്റി സ്നേക്ക് വനത്തിലെ എല്ലാ കേന്ദ്രങ്ങളിലും സജ്ജീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലുള്ള വിപുലവും വിശാലവുമായ തയ്യാറെടുപ്പുകൾ ഒരു കുറവും വരാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രൂപത്തിലാണ് ഇന്നലെ ഞങ്ങൾ എല്ലാ സ്ഥലത്തും പരിശോധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത്. തമിഴ്നാട്ടിൽ നിന്നുള്ള 100 പേരുടെ ഡോക്ടർ ഡെലിഗേഷൻ ഇവിടെ വന്ന് നമ്മുടെ ആതുരാലയങ്ങളോടൊപ്പം ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യവും സംജാതമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ വന്നിട്ടുള്ള എല്ലാ ഭക്തർക്കും ദർശനം ഉറപ്പാക്കിയെന്ന് മാത്രമല്ല, വന്നവരൊക്കെ വളരെ സന്തോഷപൂർവ്വം പ്രകടിപ്പിച്ച ചില അഭിപ്രായങ്ങൾ, കഴിഞ്ഞ വർഷം വന്നവർ ഈ പ്രാവശ്യം കൂടുതലായി വിവരിക്കാൻ സൗകര്യങ്ങൾ, ദാഹജലം കിട്ടുന്ന സാഹചര്യങ്ങൾ, ഇരിപ്പിടങ്ങൾ, ഇപ്പോൾ മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ 1000-ൽ പരം സ്റ്റീൽ ചെയറുകൾ ഭക്തന്മാർ മല കയറി വരുമ്പോൾ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ വിപുലവും വിശാലവുമായ രൂപത്തിലുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നടത്തി കുറ്റമറ്റ രൂപത്തിൽ ഈ പ്രാവശ്യത്തെ തീർത്ഥാടനം പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന നിലപാടാണ് സംസ്ഥാന ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും ചേർന്ന് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നലെ വന്നിട്ടുള്ള എല്ലാ ഭക്തന്മാരും തികഞ്ഞ സംതൃപ്തിയോടെയാണ് പടിയിറങ്ങിയിട്ടുള്ളത്. താങ്ക് യു മിനിസ്റ്റർ വി എൻ വാസവൻ. ശബരിമല സന്നിധാനത്ത് നിന്ന് മന്ത്രി വി എൻ വാസവൻ നമുക്കൊപ്പം ചേരുകയായിരുന്നു. ഈ തീർത്ഥാടന കാലത്ത് എല്ലാ ഭക്തർക്കും കൃത്യമായി ദർശനം നടത്താനും അവരുടെ യാത്ര വളരെ സുഗമമാക്കാനും എല്ലാ നടപടികളും ദേവസ്വം വകുപ്പ് സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് മന്ത്രി വി എൻ വാസവൻ നമ്മോട് പറഞ്ഞത്.